മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ പുനരധിവാസത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ചെലവഴിക്കുന്നത് ചർച്ച ചെയ്യാൻ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം ഉടൻ വിളിക്കും. മാർച്ച് 31-നകം തുക ചെലവഴിക്കേണ്ടതിനാൽ പദ്ധതികൾക്ക് വേഗത്തിൽ ഭരണാനുമതി ലഭ്യമാക്കാനാണ് ശ്രമം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, വളരെ അപ്രായോഗികമായ ഒരു തീരുമാനമായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിൽ വലിയ തരത്തിലുള്ള എതിർപ്പും സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ ഏതു രീതിയിലാണ്? തീർച്ചയായും സ്വാതി, ഈ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വളരെ ചുരുക്കം സമയം മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ ദുരന്തത്തിന് ശേഷം നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നിലപാട് സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 11-നാണ് ഇപ്പോൾ 529 കോടി ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അനുവദിച്ചത്. പക്ഷേ അതിൽ പ്രധാന മാർഗനിർദ്ദേശമായി വച്ചിരുന്നത് മാർച്ച് 31-നകം, അഥവാ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപായി ഈ തുക ചെലവഴിക്കണം. അതിനോടൊപ്പം തന്നെ 16 അടിസ്ഥാന സൗകര്യ പ്രവൃത്തികൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പണം അനുവദിച്ചത്. അത് സംസ്ഥാന സർക്കാരിനെ അപേക്ഷിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ വകുപ്പ് തല സെക്രട്ടറിമാരുടെ ഒരു യോഗം ഇന്നോ തിങ്കളാഴ്ചയോ ചേരാനായി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ചർച്ചയിൽ ഈ പണം എങ്ങനെ വിനിയോഗിക്കണമെന്നും എത്രയും പെട്ടെന്ന് വിനിയോഗിച്ച് അത് പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഈ യോഗത്തിലുണ്ടാകും. ഇതിനോടൊപ്പം തന്നെ മാർച്ച് 31-ന് ശേഷവും ഈ തുക ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് മാർഗനിർദ്ദേശങ്ങൾ മാറ്റുന്നതിനും കേന്ദ്ര സർക്കാരിനോട് അവർ ആവശ്യപ്പെടുന്നതായിട്ടും സൂചനയുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന തുക വായ്പയേക്കാൾ ഉപരി ഈ പണം സംസ്ഥാന സർക്കാർ കണ്ടെത്തി അത് ചിലവഴിച്ചതിന് ശേഷം യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഈ തുക സംസ്ഥാന സർക്കാരിന് ലഭ്യമാവുകയുള്ളൂ. അതും സർക്കാരിനെ അപേക്ഷിച്ചിടത്തോളം വെല്ലുവിളിയാണ്. കാരണം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഇന്നോ തിങ്കളാഴ്ചയോ ചേരുന്ന വകുപ്പ് തല സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഇതിലൊരു ശാശ്വത പരിഹാരമോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വാതി. ശരി ഹാൻസ്.